SCERT ബേസിക് സയൻസ് പാഠഭാഗങ്ങളിൽ നിന്നുള്ള മോക്ക് ടെസ്റ്റാണ് ഇന്നു മുതൽ ചെയ്യുന്നത്. 8ാം ക്ലാസ്സിലെ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ ഓഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകൾക്ക് പറയുന്ന പേര് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഒരു മൈക്രോസ്കോപ്പിൽ പ്രകാശ തീവ്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഭാഗം ഡയഫ്രം. മൈക്രോസ്കോപ്പിൽ സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം സമതല ദർപ്പണം. കൃത്രിമ പ്രകാശം പ്രതിഫലിപ്പിക്കുന്നതിനുള്ള ദർപ്പണം കോൺകേവ് ദർപ്പണം. അപ്പോൾ മൈക്രോസ്കോപ്പിൽ സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് സമതല ദർപ്പണവും മൈക്രോസ്കോപ്പിൽ കൃത്രിമ പ്രകാശം പ്രതിഫലിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് കോൺകേവ് ദർപ്പണവുമാണ്. മാറിപ്പോവരുത്. ഒരു മൈക്രോസ്കോപ്പിൽ പ്രകാശ തീവ്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ്? അത് ഡയഫ്രമാണ്. ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകൾക്ക് പറയുന്ന പേര് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. നെക്സ്റ്റ്, ലളിതമായ ഒരു മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് ആരാണ്? റോബർട്ട് ഹുക്ക്. ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്ക്. കോശകേന്ദ്രം കണ്ടെത്തി അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ച ശാസ്ത്രജ്ഞൻ റോബർട്ട് ബ്രൗൺ. ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്കും ന്യൂക്ലിയസിനെ കണ്ടെത്തിയത് റോബർട്ട് ബ്രൗണുമാണ്. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ MJ സ്ലീഡൻ. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ തിയോഡർ ഷാൻ. സസ്യശരീരം MJ സ്ലീഡനും ജന്തുശരീരം തിയോഡർ ഷാൻ. വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് നിലവിലുള്ള കോശങ്ങളിൽ നിന്നും മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന നിഗമനം രൂപീകരിച്ച ശാസ്ത്രജ്ഞൻ റുഡോൾഫ് വിർഷോ. നിലവിലുള്ള കോശങ്ങളിൽ നിന്നും മാത്രമാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന നിഗമനം രൂപീകരിച്ചത് ആരാണ്? റുഡോൾഫ് വിർഷോ. കോശ സിദ്ധാന്തം അഥവാ സെൽ തിയറി രൂപപ്പെടുത്തിയ ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? MJ സ്ലീഡനും തിയോഡർ ഷാൻ. അപ്പോൾ ഏതൊക്കെ ശാസ്ത്രജ്ഞരെ കുറിച്ചാണ് പറഞ്ഞത്? ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്ക്. ന്യൂക്ലിയസ് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ സ്ലീഡൻ. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷാൻ. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതെന്ന നിഗമനം രൂപീകരിച്ചത് റുഡോൾഫ് വിർഷോ. സെൽ തിയറി അഥവാ കോശ സിദ്ധാന്തം രൂപപ്പെടുത്തിയത് തിയോഡർ ഷാനും MJ സ്ലീഡനും. കോശ സിദ്ധാന്തം മുന്നോട്ട് വെച്ച രണ്ട് മുഖ്യ ആശയങ്ങൾ ഏതൊക്കെയാണ്? സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. ഒന്ന്, എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ്. 2, ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. കോശ സിദ്ധാന്തം മുന്നോട്ട് വെച്ച രണ്ട് മുഖ്യ ആശയങ്ങൾ എന്തൊക്കെയാണ്? എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്ന പേര് എന്താണ്? ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്ന പേരാണ് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം. ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം. എന്താണ് പ്രോട്ടോപ്ലാസവും സൈറ്റോപ്ലാസവും തമ്മിലുള്ള വ്യത്യാസം? കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്നതാണ് പ്രോട്ടോപ്ലാസം അഥവാ ജീവദ്രവ്യം. മർമ്മമൊഴികെയുള്ള ജീവദ്രവ്യത്തിൽ മർമ്മമൊഴികെയുള്ള ഭാഗമാണ്
കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം. കോശസ്തരത്തിൽ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്നതാണ് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം. ജീവദ്രവ്യത്തിൽ മർമ്മമൊഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങൾ എന്തൊക്കെയാണ്? കോശാംഗങ്ങൾ അഥവാ സെൽ ഓർഗനൽസ്. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ അഥവാ സെൽ ഓർഗനൽസ്. കോശത്തിലെ ജീവധർമ്മങ്ങൾ എന്തൊക്കെയാണ്? പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു, ജൈവതന്മാത്രകൾ നിർമ്മിക്കുന്നു, അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു. അപ്പോൾ ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് എന്ത്? കോശാംഗങ്ങൾ. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായിട്ട് കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ. കോശത്തിലെ ജീവധർമ്മങ്ങൾ എന്തൊക്കെയാണ്? പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു, ജൈവതന്മാത്രകൾ നിർമ്മിക്കുന്നു, അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു. ഇവയെല്ലാം ചെയ്യാൻ വേണ്ടി കോശത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് ഏത്? കോശാംഗങ്ങൾ. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ. എന്തൊക്കെയാണ് കോശത്തിലെ ജീവധർമ്മങ്ങൾ? പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു, ജൈവതന്മാത്രകൾ നിർമ്മിക്കുന്നു, അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു. കോശത്തിലെ ഊർജ നിലയം എന്നറിയപ്പെടുന്നത് എന്താണ്? മൈറ്റോകോൺട്രിയോൺ. കോശത്തിലെ ഊർജ നിലയമാണ് മൈറ്റോകോൺട്രിയോൺ. ഊർജാവശ്യം കൂടുതലുള്ള കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമാണ് മൈറ്റോകോൺട്രിയോൺ. കോശത്തിനുള്ളിലെ സഞ്ചാരപാത, കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം സാധ്യമാക്കുന്ന ഭാഗം, കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. മൈറ്റോകോൺട്രിയോൺ എന്താണ്? കോശത്തിലെ ഊർജ നിലയമാണ് മൈറ്റോകോൺട്രിയോൺ. കോശത്തിനുള്ളിലെ സഞ്ചാരപാത, കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം സാധ്യമാക്കുന്ന ഭാഗം, കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം. കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രം ഏതാണ്? റൈബോസോം. കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാംഗമാണ് ഫേനം. ഫേനം എന്ന കോശാംഗത്തെ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന സവിശേഷ സ്തരം ഏതാണ്? ടോണോപ്ലാസ്റ്റ്. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാംഗമാണ് ഫേനം. ജലം, ലവണങ്ങൾ, വിസർജ്യവസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശാംഗമാണ് ഫേനം. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസഞ്ചികളിലാക്കി ആക്കുന്ന കോശാംഗമാണ് ഗോൾജി കോംപ്ലക്സ്. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമാണ് ഗോൾജി കോംപ്ലക്സ്. ഇപ്പോൾ നമ്മൾ കോശാംഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് കോശദ്രവ്യത്തിൽ ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കാണപ്പെടുന്ന ഭാഗങ്ങളാണ് കോശാംഗങ്ങൾ. എന്തൊക്കെയാണ് ജീവധർമ്മങ്ങൾ? പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നതും ജൈവതന്മാത്രകൾ നിർമ്മിക്കുന്നതും അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നതൊക്കെയാണ് ജീവധർമ്മങ്ങൾ. ഈ ജീവധർമ്മങ്ങൾ നിർവഹിക്കുന്നവയാണ് കോശാംഗങ്ങൾ അഥവാ സെൽ ഓർഗനൽസ്. അപ്പോൾ ഏതൊക്കെയാണ് കോശാംഗങ്ങൾ? മൈറ്റോകോൺട്രിയോൺ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഫേനം, ഗോൾജി കോംപ്ലക്സ്, റൈബോസോം ഇവയെല്ലാം കോശാംഗങ്ങളാണ്. അപ്പോൾ ഇതിൽ ഗോൾജി കോംപ്ലക്സിൻ്റെ ധർമ്മം എന്താണ്?
ഗ്രന്ഥീയ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമാണ് ഗോൾജി കോംപ്ലക്സ്. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസഞ്ചികളിലാക്കുന്ന കോശാംഗമാണ് ഗോൾജി കോംപ്ലക്സ്. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശാംഗമാണ് ഫേനം. കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം. കോശത്തിലെ കോശാസ്ഥികൂടം, കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം സാധ്യമാക്കുന്ന ഭാഗം, കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നൊക്കെ അറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. കോശത്തിലെ ഊർജ്ജ നിലയം ഏതാണ്? മൈറ്റോകോൺട്രിയനാണ്. അപ്പോൾ കോശാംഗങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. കോശാംഗങ്ങൾ ഏതൊക്കെയാണ്? മൈറ്റോകോൺട്രിയോൺ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോം, ഫേനം, ഗോൾജി കോംപ്ലക്സ്. ഇവയെല്ലാം മാറിപ്പോവരുത്. ഇനി കോശത്തിൻ്റെ നിർമ്മാണ കേന്ദ്രം ഏതാണ്? കോശത്തിൻ്റെ നിർമ്മാണ കേന്ദ്രമാണ് മർമ്മം അഥവാ ന്യൂക്ലിയസ്. കോശത്തിലെ നിർമ്മാണ കേന്ദ്രമാണ് മർമ്മം അഥവാ ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണ്? കോശത്തിലെ കേന്ദ്രം, കോശകേന്ദ്രം കണ്ടെത്തി അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ബ്രൗൺ. കോശത്തിൻ്റെ കേന്ദ്രം മർമ്മമാണ്, മർമ്മം അഥവാ ന്യൂക്ലിയസ്. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നതാണ് ക്രൊമാറ്റിൻ ജാലിക അഥവാ ക്രൊമാറ്റിൻ റെറ്റിക്കുലം. ക്രൊമാറ്റിൻ ജാലിക അഥവാ ക്രൊമാറ്റിൻ റെറ്റിക്കുലം. മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്തരമാണ് മർമ്മസ്തരം അഥവാ ന്യൂക്ലിയർ മെമ്പറൈൻ. മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് മർമ്മദ്രവ്യം അഥവാ ന്യൂക്ലിയോപ്ലാസം. മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്ന മർമ്മസ്തരത്തിലെ സുഷിരങ്ങളാണ് മർമ്മരന്ധ്രം അഥവാ ന്യൂക്ലിയർ പോർ. ഇപ്പോൾ നമ്മൾ പറയുന്നത് ന്യൂക്ലിയസിനെ കുറിച്ചാണ്. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നതാണ് ക്രൊമാറ്റിൻ ജാലിക അഥവാ ക്രൊമാറ്റിൻ റെറ്റിക്കുലം. എന്താണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം? കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. ഇവിടെ നമ്മൾ മർമ്മത്തിനുള്ളിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്നതാണ്, മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്നതാണ് എന്ത്? ക്രൊമാറ്റിൻ റെറ്റിക്കുലം അഥവാ ക്രൊമാറ്റിൻ ജാലിക. മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്തരമാണ് മർമ്മസ്തരം അഥവാ ന്യൂക്ലിയർ മെമ്പറൈൻ. മർമ്മത്തിനുള്ളിലെ ദ്രാവകഭാഗമാണ് മർമ്മദ്രവ്യം അഥവാ ന്യൂക്ലിയോപ്ലാസം. മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്ന മർമ്മസ്തരത്തിലെ സുഷിരങ്ങളാണ് മർമ്മരന്ധ്രം അഥവാ ന്യൂക്ലിയർ പോർ. നെക്സ്റ്റ്, കോശങ്ങളിൽ മർമ്മം കാണപ്പെടാത്ത ജീവികളാണ് പ്രോകാരിയോട്ടുകൾ. കോശങ്ങളിൽ മർമ്മം കാണപ്പെടാത്ത ജീവികളാണ് പ്രോകാരിയോട്ടുകൾ. പ്രോകാരിയോട്ടുകൾക്ക് ഉദാഹരണമാണ് ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ എന്നിവ. കോശങ്ങളിൽ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്ന ജീവികളാണ് യൂകാരിയോട്ടുകൾ. യൂകാരിയോട്ടുകൾക്ക് ഉദാഹരണമാണ് അമീബ, ജന്തുക്കൾ, സസ്യങ്ങൾ. ഒരു കോശത്തെ സമീപ കോശങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത് സ്തരാവരണമാണ്. നെക്സ്റ്റ്, ജൈവകണങ്ങൾ. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവകണങ്ങൾ അഥവാ പ്ലാസ്റ്റിഡ്സ്. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവകണങ്ങൾ അഥവാ പ്ലാസ്റ്റിഡ്സ്. ജൈവകണങ്ങൾ 3 തരമുണ്ട്: വർണ്ണകണം, ഹരിതകണം, ശ്വേതകണം. വർണ്ണകണം അഥവാ ക്രോമോപ്ലാസ്റ്റ്, ഹരിതകണം അഥവാ ക്ലോറോപ്ലാസ്റ്റ്, ശ്വേതകണം അഥവാ ലൂക്കോപ്ലാസ്റ്റ്. അപ്പം ജൈവകണങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? സസ്യകോശങ്ങളിൽ മാത്രമാണ് ജൈവകണങ്ങൾ അഥവാ പ്ലാസ്റ്റിഡ്സ് കാണപ്പെടുന്നത്. ജൈവകണങ്ങൾ 3 തരമുണ്ട്: വർണ്ണകണം അഥവാ ക്രോമോപ്ലാസ്റ്റ്, ഹരിതകണം അഥവാ ക്ലോറോപ്ലാസ്റ്റ്, ശ്വേതകണം അഥവാ ലൂക്കോപ്ലാസ്റ്റ്. പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നത് വർണ്ണകണമാണ്. പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നത് ഏതാണ്? വർണ്ണകണം അഥവാ ക്രോമോപ്ലാസ്റ്റ് ആണ്. പ്രധാന വർണ്ണകങ്ങൾ ഏതൊക്കെയാണ്? സാന്തോഫിൽ,
കരോട്ടിൻ, ആന്തോസയാനിൻ. പ്രധാന വർണ്ണകങ്ങളാണ് സാന്തോഫിൽ, കരോട്ടിൻ, ആന്തോസയാനിൻ. മഞ്ഞ നിറം നൽകുന്ന വർണ്ണകമാണ് സാന്തോഫിൽ. മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണകമാണ് കരോട്ടിൻ. ചുവപ്പ്, പർപ്പിൾ നിറങ്ങൾ നൽകുന്നത് ആന്തോസയാനിനാണ്. അപ്പോൾ വർണ്ണകങ്ങളെക്കുറിച്ച് പറഞ്ഞു. ക്രോമോപ്ലാസ്റ്റ് അഥവാ വർണ്ണകങ്ങൾ ഏതൊക്കെയാണ്? സാന്തോഫിൽ, കരോട്ടിൻ, ആന്തോസയാനിൻ. അടുത്തത് ഹരിതകണം അഥവാ ക്രോമോപ്ലാസ്റ്റ്. പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നത് ഏതാണ്? ഹരിതകണം അഥവാ ക്രോമോപ്ലാസ്റ്റ് ആണ് പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നത്. പ്രത്യേക നിറമില്ലാത്ത ജൈവകണമാണ് ശ്വേതകണം. ശ്വേതകണം അഥവാ ലൂക്കോപ്ലാസ്റ്റ്. പ്രത്യേക നിറമില്ലാത്ത ജൈവകണം ഏതാണ്? ശ്വേതകണം അഥവാ ലൂക്കോപ്ലാസ്റ്റ്. അപ്പോൾ ജൈവകണങ്ങൾ എന്ന് പറഞ്ഞാൽ സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവകണങ്ങൾ അഥവാ പ്ലാസ്റ്റിഡ്. ജൈവകണങ്ങൾ 3 തരമുണ്ട്: വർണ്ണകണം, ശ്വേതകണം, ഹരിതകണം. വർണ്ണകണങ്ങൾ ഏതൊക്കെയാണ്? വർണ്ണകണങ്ങളാണ് സാന്തോഫിൽ, കരോട്ടിൻ, ആന്തോസയാനിൻ. ഹരിതകണമാണ് പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നത്. ശ്വേതകണം നിറമില്ലാത്ത ജൈവകണമാണ് ശ്വേതകണം അഥവാ ലൂക്കോപ്ലാസ്റ്റ്. കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങളും കോശദ്രവ്യവും തമ്മിലും ഉള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്നത് ജീവസ്തരങ്ങളാണ്. ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് സെൻട്രോസോം. കോശവിഭജനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്ന ഭാഗമാണ് സെൻട്രോസോം. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഏതാണ്? അത് ജൈവകണങ്ങൾ അഥവാ പ്ലാസ്റ്റിഡ്സ് ആണ്. ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് സെൻട്രോസോം. ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നത് സെൻട്രോസോം. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നത് ജൈവകണങ്ങൾ അഥവാ പ്ലാസ്റ്റിഡ്സ്. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് ജൈവകണങ്ങൾ അഥവാ പ്ലാസ്റ്റിഡ്സ്. ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് സെൻട്രോസോം. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്നത് എന്തിലാണ്? ലൈസോസോം. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ, ഡൈജസ്റ്റീവ് എൻസൈം അടങ്ങിയിരിക്കുന്നത് ലൈസോസോം. റൈബോസോം എന്താണ്? റൈബോസോം കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം. കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം. മാറിപ്പോവരുത്. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്നത് ലൈസോസോമിലാണ്. കോശത്തിനുള്ളിലെ മാംസ്യനിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തെല്ലാം പഠിച്ചു? കോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരെക്കുറിച്ച് പഠിച്ചു. അതായത് കോശങ്ങളെ ആദ്യമായി മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്കാണ്. ന്യൂക്ലിയസ് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. സസ്യശരീരം എം.ജെ. സ്ലീഡൻ, ജന്തുശരീരം തിയോഡർ ഷാൻ. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞത് റുഡോൾഫ് വിർഷോ ആണ്. കോശ സിദ്ധാന്തം രൂപപ്പെടുത്തിയത് എം.ജെ. സ്ലീഡനും തിയോഡർ ഷാനുമാണ്. ഇനി കോശാംഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഏതൊക്കെയാണ് കോശാംഗങ്ങൾ? മൈറ്റോകോൺട്രിയോൺ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഫേനം, റൈബോസോം, ഗോൾജി കോംപ്ലക്സ്. എന്താണ് ഗോൾജി കോംപ്ലക്സ്? രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ സ്രവങ്ങളെ ചെറുസഞ്ചികളാക്കുന്നത് ഗോൾജി കോംപ്ലക്സ് ആണ്. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശാംഗമാണ് ഫേനം. കോശത്തിലെ മാംസനിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. കോശത്തിലെ ഊർജ്ജ നിലയമാണ് ഏത്? മൈറ്റോകോൺട്രിയോൺ. അടുത്തത് മർമ്മം. മർമ്മത്തെക്കുറിച്ച് പറഞ്ഞു. മർമ്മത്തിലാണ് എന്ത് ഉള്ളത്? ക്രൊമാറ്റിൻ ജാലിക, മർമ്മസ്തരം, മർമ്മദ്രവ്യം, മർമ്മരന്ധ്രം എന്നിവ ഉള്ളത്. പിന്നെ പറഞ്ഞത് പ്രോകാരിയോട്ടുകളും യൂകാരിയോട്ടുകളും. കോശ മർമ്മമുള്ളത് പ്രോകാരിയോട്ടുകൾ, കോശ മർമ്മം ഇല്ലാത്തത് യൂകാരിയോട്ടുകൾ. കോശങ്ങളിൽ മർമ്മം കാണപ്പെടാത്തത്
കോശങ്ങളിൽ മർമ്മം കാണപ്പെടാത്തതാണ് പ്രോകാരിയോട്ടുകൾ. കോശങ്ങളിൽ മർമ്മം കാണപ്പെടുന്നത് യൂക്കാരിയോട്ടുകൾ. മാറിപ്പോവരുത്. കോശങ്ങളിൽ മർമ്മം കാണപ്പെടാത്തത് പ്രോകാരിയോട്ടുകൾ, കോശങ്ങളിൽ മർമ്മം കാണപ്പെടുന്നത് യൂക്കാരിയോട്ടുകൾ. പിന്നെ പറഞ്ഞത് ജൈവഗണങ്ങളും സെൻട്രോസോമും. സസ്യങ്ങളിൽ കാണപ്പെടുന്ന കോശാംഗം ജൈവഗണം അഥവാ പ്ലാസ്റ്റിഡ്സ്, ജന്തുക്കളിൽ കാണപ്പെടുന്നത് സെൻട്രോസോം. ജൈവഗണങ്ങൾ 3 ഉണ്ട്: വർണ്ണഗണം, ഹരിതഗണം, ശ്വേതഗണം. വർണ്ണഗണങ്ങൾ ഏതൊക്കെയാണ്? സാന്തോഫിൽ, കരോട്ടിൻ, ആന്തോസയാനിൻ. പ്രകാശ സംശ്ലേഷണം സാധ്യമാക്കുന്നത് ഹരിതഗണം. നിറമില്ലാത്ത ജൈവഗണം ശ്വേതഗണം. ജന്തുകോശങ്ങളിൽ കാണപ്പെടുന്ന കോശാംഗം സെൻട്രോസോം. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഏതിലാണ്? ലൈസോസോമിലാണ്. കോശത്തിലെ മാംസനിർമ്മാണ കേന്ദ്രം റൈബോസോം. ഇത്രയുമാണ് 8ാം ക്ലാസ്സിലെ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. എല്ലാവരും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.